നമ്മൾ അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നമ്മൾ ശക്തമായി തന്നെ പ്രഹരിച്ചു. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാകട്ടെ ഇപ്പോൾ വലിയൊരു ആശങ്കയ്ക്ക് വഴിവെക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെ ശക്തമായ ആക്രമണം തങ്ങൾ തുടരുമെന്നും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനിയും അഴിച്ചുവിടുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ആ ഒരു ചർച്ച അത് ഫലം കണ്ടില്ല എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിലും ദുഷ്കരമായ ആക്രമണം ഇനി ഇറാനു മേൽ ഇസ്രായേലും അമേരിക്കയും നടത്തുമോ എന്നതാണ് മറ്റൊരു സൂചനയായി തന്നെ പുറത്തു വരുന്നത്. മാത്രമല്ല ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇസ്രായേൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഇക്കാര്യങ്ങൾ ഒരു വീഡിയോയിലൂടെ തന്നെ വെളിപ്പെടുത്തിയത്. അവർ നമ്മെ ശ്വാസം മുട്ടിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ഇപ്പോൾ നമ്മൾ അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇറാനെയും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളെയും അടയാളപ്പെടുത്തിയ മാപ്പ് പങ്കുവെച്ച്, അതായത് ആ റൂട്ട് മാപ്പ് പങ്കുവെച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. അവരെ നമ്മൾ ശക്തമായി തന്നെ പ്രഹരിച്ചു. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമായി എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നേരിട്ടുള്ള സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിനായി തന്നെ ലെബനൻ കഴിഞ്ഞ ആഴ്ചകളിൽ പലതവണ ബന്ധപ്പെട്ടിരുന്നതായും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഹിസ്ബുള്ളയെ നിരായുധരാക്കുക, ഈ കരാർ തലമുറകളോളം തന്നെ നിലനിൽക്കുന്ന യഥാർത്ഥ സമാധാന ഉടമ്പടി ആയിരിക്കുക എന്നീ നിബന്ധനകളായിരുന്നു ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യണമെന്നും നെതന്യാഹു ആവശ്യമുന്നയിച്ചിരുന്നു. തുർക്കി പ്രസിഡന്റ് തായിബ് എർദോഗനും വലിയ രീതിയിൽ നെതന്യാഹുവിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ പോരാട്ടം തുടങ്ങിയതെന്നതാണ് നെതന്യാഹു അവകാശപ്പെടുന്നതും. അതേപോലെ തന്നെ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ അത് നയതന്ത്രപരമായി തന്നെ അല്ലെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെതിരെയുള്ള സൈനിക നടപടികൾ തുടരുമെന്ന സൂചന പോലും ഇതിലൂടെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പങ്കുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.